തിയേറ്ററുകളിൽ നവംബറിൽ കിഡിലൻ സിനിമകളാണ് വരുന്നത്. എക്കോ കിഷ്കിന്ധാകാന്ഡത്തിന് ശേഷം ദിൻജിത്ത് സംവിധാനം ചെയ്യുന്ന സിനിമ, നമ്മുടെ പടക്കളത്തിനകത്തൊക്കെ പ്രധാന കഥാപാത്രം അഭിനയിച്ച സന്ദീപ് നായകനാകുന്ന സിനിമ. എൻ്റെ ട്രെയിലർ ഒരു രക്ഷയില്ലാത്ത ട്രെയിലറായിരുന്നു, ഒരു ഹോളിവുഡ് സ്റ്റൈലിലൊരു ട്രെയിലർ. എന്തായാലും ആ ടീം ഒന്നിക്കുമ്പോൾ, കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ ടീം ഒന്നിക്കുമ്പോൾ നമുക്കൊരു മിനിമം ക്വാളിറ്റി പ്രതീക്ഷിക്കാം. എൻ്റെ തിയേറ്ററിലുള്ള സക്സസ് ഒക്കെ നമുക്കറിയത്തില്ല, പക്ഷേ സക്സസ് ആകട്ടെ, ഗംഭീര ചിത്രമായിരിക്കും എന്നുള്ളത് ട്രെയിലർ കാണുമ്പോൾ തന്നെ മിനിമം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഗംഭീര ചിത്രമായിരിക്കട്ടെ, അതാണ് നവംബറിൽ ഇനി റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രതീക്ഷയുള്ളൊരു ചിത്രം. 2, എമ്പുരാൻ്റെ ഒരുപാട് വിവാദങ്ങൾ കെട്ടടങ്ങി എട്ടില്ല ഇപ്പോഴും. അതിനുശേഷം എന്തായാലും പൃഥ്വിരാജിൻ്റെ തിയേറ്ററിലെത്തുന്ന സിനിമയാണ് വിലായത്ത് ബുദ്ധ. സച്ചി ആദ്യം ഇടയ്ക്ക് സംവിധാനം ചെയ്യാനിരുന്ന സിനിമ എന്നൊക്കെ പറയപ്പെട്ടൊരു സിനിമയാണ്. എന്തായാലും ഇപ്പോൾ ഇത് സംവിധാനം ചെയ്യുന്നത് ജയൻ നമ്പ്യാരും ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഇന്ദുഗോപൻ്റെ സ്ക്രിപ്റ്റുമാണ്. എന്തായാലും ഷമ്മി തലുവിനും പൃഥ്വിരാജും ഒക്കെ ഗംഭീര പെർഫോമൻസ് ആണെന്നൊക്കെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ടുള്ള ജെയ്ക്സ് ബിജോയ് പറഞ്ഞിട്ടുണ്ട്. ജെയ്ക്സ് ബിജോയാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ജെയ്ക്സ് ബിജോയുടെ ഗംഭീര വർഷവുമാണ് 2025 തുടരും. ലോകയൊക്കെ ജെയ്ക്സ് ബിജോയുടെ ഗംഭീര മെഗാ ഹിറ്റ് പ്രോജക്റ്റുകളാണ്. അന്നേരം ഇതെല്ലാം രണ്ടാമത് വിലായത്ത് ബുദ്ധയും ഈ നവംബർ 21 തിയേറ്ററിൽ ലോകമെമ്പാടും എത്തും. ഇനി അച്ഛനും മോനും തമ്മിലുള്ള പോരാട്ടമാണ്. അതായത് നമ്മുടെ DQ ദുൽഖറിൻ്റെ കാന്ത തമിഴ് ചിത്രം, ദുൽഖറിൻ്റെ എല്ലാ ഭാഷകളിലുള്ള ചിത്രങ്ങളും നമ്മൾ ഹിറ്റായി കഴിയുമ്പം മലയാളികൾ പോയി കാണാറുണ്ട്. അതിപ്പം തമിഴാണെങ്കിലും തെലുങ്കാണെങ്കിലും എല്ലാം. എന്തായാലും സെൽവരാജ് സംവിധാനം ചെയ്യുന്ന സിനിമ റാണ ദഗോദിയും ദുൽഖറോടെ ചേർന്ന് നിർമ്മിക്കുന്നു. ദുൽഖറിനെ ഇതുവരെയും കാണുന്ന ബെസ്റ്റ് പെർഫോമൻസ് ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും നവംബർ 14 ഇത് റിലീസാണ്. അടുത്തത് നമ്മുടെ രാക്ഷസ നടികർ ഫേസ് ഓഫ് ഇന്ത്യൻ സിനിമ മമ്മൂട്ടിയുടെ കളങ്കാവൽ. വില്ലനായിട്ടാണ് എത്തുന്നത്, ഇതുവരെയും കാണാത്ത വില്ലനായിട്ട്. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, മമ്മൂട്ടിയുടെ ബെസ്റ്റ് പെർഫോമൻസിലൊന്നായിരിക്കും കളങ്കാവലിനകത്ത കഥാപാത്രം, സംശയം വേണ്ട. അടുത്ത വർഷം അവാർഡിന്, സംസ്ഥാന അവാർഡിനും നാഷണൽ അവാർഡിനും ഒരറ്റത്ത് മമ്മൂട്ടി കാണുമെന്ന് ഉറപ്പിക്കുന്ന ഒരു പടമായിരിക്കും കളങ്കാവൽ. നമുക്ക് ബോക്സ് ഓഫീസ് സക്സസിനെ കുറിച്ച് അറിയത്തില്ല. എന്തായാലും ഈ 4 ചിത്രങ്ങൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഏതാണ്? നിങ്ങൾ ഏത് ചിത്രമാണ് തിയേറ്ററിൽ പോയി കാണാൻ താല്പര്യപ്പെടുന്നത്? എന്തായാലും കമൻസ് രേഖപ്പെടുത്തുക.